സ്റ്റഡി സെൻറ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സ്വാഗതം. എട്ടാം ക്ലാസ്സിലെ മലയാള പാഠാവലിയിൽ, കേരള പാഠാവലിയിൽ ഒന്നാം ഭാഗത്തിലെ ആദ്യത്തെ പദ്യമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. വഞ്ചിപ്പാട്ട് എന്നൊരു പ്രസ്ഥാനത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വഞ്ചി തുഴയുമ്പോൾ പാടുന്ന പാട്ട്. മലയാള സാഹിത്യത്തിൽ ഇങ്ങനെയൊരു പ്രസ്ഥാനത്തിന് സ്ഥിരപ്രതിഷ്ഠ നേടിക്കൊടുത്ത കവിയാണ് രാമപുരത്ത് വാര്യർ. രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ നിന്നെടുത്തിട്ടുള്ള ഏതാനും വരികളാണ് നിങ്ങൾക്ക് പഠിക്കാനായി കൊടുത്തിട്ടുള്ളത്. വഞ്ചിപ്പാട്ടിൻ്റെ ഒരു പ്രത്യേകത, ഇത് രചിച്ചിട്ടുള്ള താളം തുഴയെറിയുന്ന താളമാണ്. നദം, ഉന്നതം, അല്ലേ, ആ ഉയർച്ച താഴ്ച അത് സൂചിപ്പിക്കുന്ന താളത്തിലാണ്, നദോന്നത എന്ന വൃത്തത്തിലാണ് വഞ്ചിപ്പാട്ടുകളൊക്കെ എഴുതിയിട്ടുള്ളത്. രാമപുരത്ത് വാര്യർ കോട്ടയം ജില്ലയിലെ രാമപുരത്ത് ജനിച്ചു. ജീവിത പ്രയാസങ്ങളിൽപ്പെട്ട് വൈക്കം ക്ഷേത്രത്തിലെ മാലകെട്ടുകാരനായി ജീവിച്ചു. അങ്ങനെ ഒരിക്കൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ക്ഷേത്ര സന്ദർശനത്തിനെത്തിയ സമയത്ത് വാര്യരെ കാണുകയും വാര്യർ അദ്ദേഹത്തിന് സമർപ്പിച്ച ചില ശ്ലോകങ്ങൾ വായിക്കാനിടയാവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. മഹീപദേ ഭാഗവതോപമാനം മഹാപുരാണം ഭവനം മദീയം, നോക്കുന്നവർക്കൊക്കെ വിരക്തിയുണ്ടാം, അർത്ഥങ്ങളില്ല എന്നൊരു ഭേദമുണ്ട്. മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് രാമപുരത്ത് വാര്യർ എഴുതി സമർപ്പിച്ച ഈ ശ്ലോകം വായിച്ച രാജാവിന് മനസ്സിലായി ഈ പാവപ്പെട്ട വാര്യരനുഭവിക്കുന്ന ജീവിത പ്രയാസങ്ങൾ. അദ്ദേഹത്തെ തൻ്റെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അതൊരു വഞ്ചി യാത്രയായിരുന്നു. ആ വഞ്ചി യാത്രയിലാണ് കൃഷ്ണന്റെയും കുചേലന്റെയും കഥ. ഭാഗവതം ദശമസ്കന്ധത്തിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ള സുധാമ ചരിതം, അത് ശ്രീകൃഷ്ണന്റെയും കുചേലന്റെയും കഥയാണ്. സുധാമാവ് കുചേലനാണ്. ആ കഥ വഞ്ചിപ്പാട്ട് രൂപത്തിൽ ഇദ്ദേഹം രചിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിലെ ഏതാനും വരികളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. കുചേലവൃത്തത്തിൻ്റെ കഥ ഏകദേശം നിങ്ങൾക്കറിയാവുന്നതാണ്. ഇവർ സഹപാഠികളായിരുന്നു. ശ്രീകൃഷ്ണനും കുചേലനും സഹപാഠികളായിരുന്നു. അവർ സാന്ദീപനി മുനിയുടെ ആശ്രമത്തിൽ വിദ്യ അഭ്യസിച്ചവരാണ്. ഗുരുകുല വിദ്യ അഭ്യസിച്ചവരാണ്. ഗുരുകുല വിദ്യ എന്ന് പറയുമ്പോൾ ഗുരുവിനോടൊപ്പം ഗുരുവിൻ്റെ ആശ്രമത്തിൽ താമസിക്കുകയും അവിടുത്തെ എല്ലാ വീട്ടു ജോലികളും ചെയ്ത് അവിടെ തന്നെ കഴിയുകയും വിദ്യാഭ്യാസ പൂർത്തീകരണത്തിന് ശേഷം ഗുരുദക്ഷിണ സമർപ്പിച്ച് മടങ്ങുകയും ചെയ്യുന്ന ഒരു പ്രാചീനമായ ഭാരതീയ വിദ്യാഭ്യാസ രീതിയാണ് ഗുരുകുല വിദ്യാഭ്യാസം. അങ്ങനെ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ഗുരുകുല വിദ്യാഭ്യാസം ചെയ്തവരാണ് ഒരുമിച്ച് ശ്രീകൃഷ്ണനും കുചേലനും. ശ്രീകൃഷ്ണൻ വലിയ ആളായി, ദ്വാരകയിലെ രാജാവായി. പാവം കുചേലനോ നിത്യ പട്ടിണിയിലായി. ആ ബ്രാഹ്മണൻ കുഞ്ഞുങ്ങൾക്ക് പോലും ആഹാരം കൊടുക്കാനില്ലാതെ അവരുടെ നിലവിളി കേട്ട് സഹിക്കവയ്യാഞ്ഞ് ഒരിക്കൽ തൻ്റെ സതീർത്ഥ്യനായ ശ്രീകൃഷ്ണനെ കാണാൻ കുചേലൻ പുറപ്പെടുന്നു. ഭാര്യ തയ്യാറാക്കി കൊടുത്ത നെല്ലും കല്ലുമെല്ലാം നിറഞ്ഞ ഒരു പിടി അവൽ കിഴികെട്ടി
നിവേദ്യമായി ശ്രീകൃഷ്ണനെ കാണാൻ കുചേലൻ പോകുന്നു. തൻ്റെ പ്രയാസങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ മുന്നിൽ പറയണമെന്നും സഹപാഠിയായിരുന്ന ആ വലിയ മനുഷ്യൻ ഇന്ന് രാജാവായി തീർന്ന ശ്രീകൃഷ്ണൻ തന്നോട് കരുണ കാണിക്കുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ടാണ് കുചേലൻ യാത്ര തിരിക്കുന്നത്. പക്ഷേ ശ്രീകൃഷ്ണന്റെ സ്വീകരണവും ആഹ്ലാദ നിമിഷങ്ങളും ഓർമ്മപ്പെടുത്തലുകളും ഒക്കെ കൂടി പിരിഞ്ഞു പോകുമ്പോൾ ഇത് പറയാൻ, തൻ്റെ സങ്കടങ്ങൾ പറയാൻ അദ്ദേഹം മറന്നുപോയി. പക്ഷേ അദ്ദേഹം നിവേദ്യമായി സമർപ്പിച്ച ആ അവൽ പൊതിയിൽ നിന്ന് ഒരു പിടി അവൽ വാരി ശ്രീകൃഷ്ണൻ കഴിക്കുകയുണ്ടായി. വളരെ ദുഃഖിതനായി അദ്ദേഹം തിരിച്ച് നിരാശനായി വീട്ടിലേക്ക് മടങ്ങുന്നു. പക്ഷെ വീട്ടിന് സമീപത്തെത്തിയപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് തൻ്റെ ചെറിയ കുടിൽ നിന്നിടം ഒരു വലിയ മണിമന്ദിരം ഉയർന്നിരിക്കുന്നു. അങ്ങനെ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം നേടിയ കുചേലന്റെ കഥയാണ് കുചേലവൃത്തം, ആ വഞ്ചിപ്പാട്ട്. അതിൽ ശ്രീകൃഷ്ണനും കുചേലനും ഒരുമിച്ച് സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ഗുരുകുല വിദ്യാഭ്യാസം ചെയ്തിരുന്ന ആ കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ ഈ ഭാഗത്തുണ്ട്. ഇവിടെ ഒരു സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ ഒക്കെ സമർപ്പണമുള്ളതിനാലാവാം സാന്ദ്ര സൗഹൃദം എന്ന പേര് നൽകിയിട്ടുള്ളത്. സാന്ദ്രം എന്നാൽ നിറഞ്ഞ, ഇടതൂർന്ന എന്നൊക്കെയാണ് അർത്ഥം. എന്നാൽ സാന്ദ്രമായ, നിറഞ്ഞ സ്നേഹം, നിറഞ്ഞ സൗഹൃദം. ശരി, പുസ്തകം ശ്രദ്ധിക്കുക. സാന്ദീപനി ഗൃഹേ പണ്ടു സഹസാൽ കഴിഞ്ഞതും നാം സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും സാന്ദ്ര സൗഹൃദ സംബന്ധം തമ്മിലുണ്ടായതും സഖേ സാരനായ ഭവാനൊന്നും മറന്നില്ലല്ലേ. ഇപ്പൊ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ഒരുമിച്ച് വിദ്യ അഭ്യസിച്ച കാലത്തുണ്ടായ അനുഭവങ്ങൾ ഓരോന്നായി തന്റെ സതീർത്ഥ്യൻ സഹപാഠിയായിരുന്ന കുചേലനെ ഓർമ്മപ്പെടുത്തുകയാണ് കൃഷ്ണൻ. എങ്ങനെയാണ്? സാന്ദീപനി ഗ്രഹേ, സാന്ദീപനി മഹർഷിയുടെ ഗ്രഹത്തിൽ, ഗ്രഹം ഭവനം, വീട്. വേറൊരു ഗ്രഹമുണ്ട്, ഗ്രഹ അല്ലേ? അത് ജ്യോതിർഗോളങ്ങൾ എന്ന അർത്ഥത്തിലാണ്. ഇത് ഈ ഗ്രഹം, ഇത് വീട് എന്ന അർത്ഥമാണ്. അപ്പൊ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ പണ്ട് സാഹസാൽ കഴിഞ്ഞതും, നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിന് അപ്പുറത്തുള്ള വേലകൾ ചെയ്ത് കഴിഞ്ഞതും, സാഹസികമായി കഴിഞ്ഞതും നാം സാദരം, നാം വളരെ ആദരവോടുകൂടി അങ്ങനെയാണ് വിദ്യ സ്വീകരിക്കുന്നത്. ഗുരുമുഖത്ത് നിന്ന് വളരെ ആദരവോടുകൂടി വേദങ്ങളും ശാസ്ത്രങ്ങളും അഭ്യസിച്ചതും, സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും. പണ്ടതൊക്കെയാണ് പഠിക്കുന്നത്. വേദങ്ങൾ, ശാസ്ത്രങ്ങൾ, ഇവയുടെയൊക്കെ പഠനമാണ് ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് നടന്നിരുന്നത്. അത് വളരെ ആദരവോടുകൂടിയാണ് ഗുരുമുഖത്ത് നിന്ന് സ്വീകരിക്കുന്നത്. സാന്ദ്ര സൗഹൃദ സംബന്ധം നമ്മിലുണ്ടായതും, ആ കാലഘട്ടത്തിൽ വളരെ സാന്ദ്രമായ, നിറഞ്ഞ സൗഹൃദ ബന്ധം നമ്മൾ പരസ്പരം ഉണ്ടായതും, സഖേ സാരനായ ഭവാനൊന്നും മറന്നില്ലല്ലേ. സാരൻ ശ്രേഷ്ഠൻ, ശ്രേഷ്ഠനായ ഭവാൻ ഒന്നും മറന്നില്ലല്ലോ, ഒന്നും മറന്നു കാണില്ലല്ലോ. ശ്രീകൃഷ്ണൻ ആരോട് പറയുന്നു?
കുചേലനോട് പറയുന്നു എന്ത്? സന്ദീപനീ ഗ്രഹേ പണ്ട് സാഹസാൽ കഴിഞ്ഞതും നാം സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും സാന്ദ്ര സൗഹൃദ സംബന്ധം നമ്മിലുണ്ടായതും സഖേ സാരനായ ഭവാനൊന്നും മറന്നില്ലല്ലീ. പക്ഷെ നദോന്നത വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ ഇത് പാടേണ്ടി വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ല ചൊല്ലേണ്ടത്. സന്ദീപനി ഗ്രഹേ പണ്ട് സാഹസാൽ കഴിഞ്ഞതും നാം സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും സാന്ദ്ര സൗഹൃദ സംബന്ധം നമ്മിലുണ്ടായതും സഖേ സാരനായ ഭവാനൊന്നും മറന്നില്ലല്ലീ. അതാണ് വഞ്ചിപ്പാട്ടിന്റെ താളം. ആ താളത്തിൽ വേണം നിങ്ങൾ ഇത് ചൊല്ലി ശീലിക്കാൻ. ഗുരുപത്നി നിയോഗേന കഥാചന നാം എല്ലാരും ഒരുമിച്ചു വിറകില്ലാഞ്ഞിട്ടു പോയതും പെരുങ്കാട്ടിൽ പുക്ക് ഇന്ധനമൊടിച്ചു കെട്ടിവെച്ചതും അരുണനസ്തമിച്ചതും മറന്നില്ലല്ലീ. അക്കാലത്തെ മറക്കാനാവാത്ത സംഭവങ്ങളാണ് ശ്രീകൃഷ്ണൻ ഓർമ്മിപ്പിക്കുന്നത്. ഗുരുപത്നി നിയോഗന, പത്നി ഭാര്യ, ഗുരുവിന്റെ ഭാര്യയുടെ നിയോഗമനുസരിച്ച്, നിയോഗം ആജ്ഞ, ആജ്ഞയനുസരിച്ച്, ആരുടെ? ഗുരുപത്നിയുടെ ആജ്ഞയനുസരിച്ച് കഥാചന ഒരിക്കൽ, കഥാചന എന്ന് പറഞ്ഞാൽ ഒരിക്കൽ നാം എല്ലാവരും ഒരുമിച്ച്, നാം ശിഷ്യന്മാരെല്ലാവരും കൂടി, സഹപാഠികൾ എല്ലാവരും കൂടി ഒരുമിച്ച് വിറകില്ലാഞ്ഞിട്ട് പോയതും, ആശ്രമത്തിൽ വിറക് തീർന്നപ്പോൾ ഗുരുപത്നി നമ്മളോട് പറഞ്ഞു കാട്ടിൽ പോയി വിറക് ശേഖരിക്കാൻ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി വിറകു തേടി പോയതും ഗുരുപത്നി നിയോഗേന കഥാചന നാം എല്ലാവരും ഒരുമിച്ച് വിറകില്ലാഞ്ഞിട്ട് പോയതും പെരുങ്കാട്ടിൽ പുക്കിന്ധനമൊടിച്ചു കെട്ടിവെച്ചതും. നമ്മൾ പെരുങ്കാട്ടിൽ, വലിയ കാട്ടിൽ പുക്കുക, പ്രവേശിക്കുക. പെരുങ്കാട്ടിൽ പ്രവേശിച്ച് ഇന്ധനമൊടിച്ചു. ഇന്ധനം ഇവിടെ വിറകാണ്. വിറകൊടിച്ച് കെട്ടിവെച്ചതും അപ്പോഴേക്കും അരുണനസ്തമിച്ചതും. അരുണൻ സൂര്യൻ. അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു, സന്ധ്യയായി. നീ ഓർക്കുന്നുണ്ടോ? നീ മറന്നിട്ടുണ്ടാവില്ലല്ലോ. ഗുരുപത്നി നിയോഗേന കഥാചന നാം എല്ലാരും ഒരുമിച്ച് വിറകില്ലാഞ്ഞിട്ട് പോയതും പെരുങ്കാട്ടിൽ പുക്കിന്ധനമൊടിച്ചു കെട്ടിവെച്ചതും അരുണനസ്തമിച്ചതും മറന്നില്ലല്ലീ. ഒരിക്കൽ ഗുരുപത്നിയുടെ നിയോഗമനുസരിച്ച് നമ്മളെല്ലാവരും കൂടി കാട്ടിൽ പോയതും വിറകൊടിച്ച് കെട്ടിവെച്ചതും അപ്പോഴേക്കും സന്ധ്യയായതും നീ ഓർക്കുന്നുണ്ടല്ലോ. കൂരിരുട്ടും ആകസ്മികമായൊരു മഹാമഴയും കൂടി വന്ന് കൊടുങ്കാറ്റും കൂടിയിട്ട സ്മാകം മോഹമേറെ വളർത്തതും ഉഷപ്പോളം തകർത്തതും ഊഹിച്ചെടുത്തു നാം എല്ലാം ഒരുമിച്ചതും പാർത്തിരിയാതെ പറന്നു ഭൂമിക്കാറ്റൻ തന്നുൾക്കാമ്പിലോർത്തൊരു തുരപ്പിനുള്ളിലൊളിച്ചന്യോന്യം കോർത്തു കൈകൾ പിടിച്ചതും പിന്നെ പേടി തീരും വണ്ണം മാർത്താണ്ഡൻ ഉദിച്ചതും മറന്നില്ലല്ലീ. അപ്പോഴേക്ക് ഇരുട്ട് വന്നു. കൂരിരുട്ടും ആകസ്മികമായൊരു മഹാമഴയും വന്നു. പ്രതീക്ഷിച്ചിരിക്കാതെ, നനച്ചിരിക്കാതെ അപ്രതീക്ഷിതമായൊരു വലിയ മഴയും കൂരിരുട്ടും കൂടി വന്ന് കൊടുങ്കാറ്റും അതിനൊപ്പം വന്നു. കൊടുങ്കാറ്റും മഴയും പേമാരിയും കൂടിയിട്ട് അസ്മാകം നമ്മളുടെ മോഹമേറെ വളർത്തതും ഉഷപ്പോളം തകർത്തതും നമ്മളാകെ ദുഃഖിതരായി. നമ്മുടെ ദുഃഖം വളർന്നു വന്നതും ഉഷസ് വരെ നമ്മൾ വേദനയോടുകൂടി കാത്തിരുന്നതും
ഊഹിച്ചെടുത്തു നാം എല്ലാവരും ഒരുമിച്ചതും, നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നതും, പാർത്തിരിയാതെ പറന്നു ഭൂമി കാറ്റത്തെന്നുൾക്കാമ്പിൽ ഓർത്തൊരു തുരപ്പിനുള്ളിൽ ഒളിച്ചന്യോന്യം. പാർത്തിരിയാതെ, ചിന്തിച്ചിരിക്കുക, പാർക്കുക, ചിന്തിക്കുക, പാർത്തിരിക്കുക, ചിന്തിച്ചിരിക്കുക. ചിന്തിച്ചിരിക്കാതെ തന്നെ നമ്മൾ ഈ കാറ്റിൽ, ഈ കൊടുങ്കാറ്റിൽ പറന്നുപോകും എന്ന് ഉൾക്കാമ്പ് മനസ്സ് എന്ന് മനസ്സിൽ ഓർത്ത്, എന്താണ് മനസ്സിൽ ഓർത്തത്? ഈ കൊടുങ്കാറ്റിൽ നമ്മളൊക്കെ കൂടി പറന്നുപോയാലോ? അത്ര ശക്തമായ കാറ്റാണ്. മരങ്ങളൊക്കെ പിഴുതെറിയുന്ന കാറ്റ്, മനുഷ്യരെ ഉയർത്തി പറത്തിക്കൊണ്ടുപോകുന്ന കാറ്റ്. ആ കാറ്റത്ത് നമ്മളൊക്കെ പറന്നുപോയെങ്കിലോ എന്ന് ഭയന്ന് നമ്മളെല്ലാവരും കൂടി അന്ന് ഒരു തുരപ്പിനുള്ളിൽ ഒളിച്ചു. തുരപ്പ്, ആ ഗുഹ, നമ്മളൊരു ഗുഹയിൽ കയറി ഒളിച്ചതും, അന്യോന്യം കോർത്തു കൈകൾ പിടിച്ചതും, നമ്മൾ പരസ്പരം കൈകോർത്ത് പിടിച്ചു. ഭയപ്പെടുന്ന നിമിഷം, പ്രതിസന്ധികളെ നേരിടുന്ന നിമിഷം ഒരുവനെ ഒറ്റപ്പെടുത്തുകയല്ല, പരസ്പരം കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഒന്നായി നിന്നുകൊണ്ട് അതിനെ നേരിടുന്ന ആ സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ ഒരു സമർപ്പണ ചിത്രമുണ്ടല്ലോ ഈ കുട്ടികളിൽ നമുക്ക് കാണാം. കോർത്തു കൈകൾ പിടിച്ചതും പിന്നെ പേടി തീരും വണ്ണം, പിന്നെ അങ്ങനെ നമ്മുടെ ഭയപ്പാടുകളെ ഇല്ലാതാക്കിക്കൊണ്ട് മാർത്താണ്ഡൻ ഉദിച്ചതും. മാർത്താണ്ഡൻ, സൂര്യൻ ഉദിച്ചു. പ്രഭാതമായി. ആ ഒരു രാത്രി മുഴുവൻ ഗുഹയ്ക്കുള്ളിൽ പരസ്പരം കെട്ടിപ്പിടിച്ച് കൈ കോർത്തു പിടിച്ച് ഈ കുട്ടികൾ നിന്നു. ആ സംഭവം ശ്രീകൃഷ്ണൻ കുചേലനെ ഓർമ്മപ്പെടുത്തുകയാണ്. എങ്ങനെയാണ്? പെരുങ്കാട്ടിൽ പുക്കിന്ധനമൊടിച്ചു കെട്ടിവെച്ചതും അരുണനസ്തമിച്ചതും മറന്നില്ലല്ലീ. കൂരിരട്ടും ആകസ്മികമായൊരു മഹാമഴയും കൂടി വന്നു കൊടുങ്കാറ്റും കൂടിയിട്ട സ്മാകം മോഹമേറെ വളർത്തതും ഉഷപ്പോളം തകർത്തതും ഊഹിച്ചെടുത്തു നാം എല്ലാം ഒരുമിച്ചതും പാർത്തിരിയാതെ പറന്നു ഭൂമി കാറ്റത്തൊന്നുൾക്കാമ്പിലോർത്തൊരു തുരപ്പിനുള്ളിൽ ഒളിച്ചന്യൂന്യം കോർത്തു കൈകൾ പിടിച്ചതും പിന്നെ പേടിത്തീരും വണ്ണം മാർത്താണ്ഡൻ ഉദിച്ചതും മറന്നില്ലല്ലീ. താപസൻ അന്തിക്ക് നമ്മെ കാണാഞ്ഞിട്ട് പത്നിയോട് കോപിച്ചതും താനേ പുറപ്പെട്ട നേരം കുളിർന്നു നാം പേടിച്ചു വിറകും കൊണ്ടരികിൽ ചെന്നതും ചെമ്മേ വീണു നമസ്കരിച്ചതും മഹാമുനി മോദാൽ നമ്മയെല്ലാം അനുഗ്രഹിച്ചതും തോന്നുന്നു. നന്മ നമുക്കതേ ഉള്ളൂ, ഗുരുകടാക്ഷം കൂടാതെ ജന്മസാഫല്യം വരുമോ ജനിച്ചാലാർക്കും. താപസൻ അന്തിക്ക് സന്ദീപനി മഹർഷി സന്ധിയായപ്പോൾ നമ്മെ കാണാഞ്ഞിട്ട്, ഈ കുട്ടികളെ കാണാഞ്ഞിട്ട് പത്നിയോട് കോപിച്ചു. അവരെ എവിടെ പറഞ്ഞു വിട്ടു? ഭാര്യയോട് കയർത്തു. എന്നിട്ട് പുലർകാലമായിട്ടും ഇവരെത്താഞ്ഞ് പുലർകാലത്തിൽ അവരെ തിരഞ്ഞ് അന്വേഷിച്ച് പോയി. പുലർകാലെ തിരഞ്ഞ് കാണാൻ താപം പൂണ്ട് ദുഃഖത്തോടുകൂടി തന്നെ പുറപ്പെട്ടു. ആ സമയം ആകെ മഴയിൽ കുളിർന്ന് പേടിച്ച് വിറച്ച് വിറകും കൊണ്ട് ഈ കുട്ടികൾ അരികിലേക്ക് ചെന്നു. പേടിച്ചു വിറകും കൊണ്ട് അരികിൽ ചെന്നതും ഗുരുവിനെ കണ്ട മാത്രയിൽ അവർ വീണു നമസ്കരിച്ചു. വീണു നമസ്കരിച്ചതും മഹാമുനി സന്ദീപനി മഹർഷി മോദാൽ സന്തോഷത്തോടു കൂടി നമ്മയെല്ലാം അനുഗ്രഹിച്ചതും നിനക്കോർമ്മയുണ്ടോ? വൈകുന്നേരമായപ്പോൾ കുട്ടികളെ കാണാൻ മഹർഷി പത്നിയെ ശകാരിച്ചു. എന്നിട്ട് പ്രഭാതത്തിൽ ഈ കുട്ടികളെ തിരക്കി കാട്ടിലേക്ക് ഇറങ്ങി അദ്ദേഹം. മഹർഷിയെ കണ്ട മാത്രയിൽ തന്നെ ആകെ നനഞ്ഞ് കുതിർന്ന ഈ കുട്ടികൾ പേടിച്ച് വിറച്ചും കൊണ്ട് വിറകും കൊണ്ട് അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് ചെന്നു.
അദ്ദേഹത്തെ വീണ്ടും നമസ്കരിച്ചു. വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹം ഈ കുട്ടികളെ എല്ലാം അനുഗ്രഹിച്ചു. ഇതെല്ലാം നീ ഓർക്കുന്നുണ്ടോ? നന്മ നമുക്കതേ ഉള്ളൂ. ജീവിതത്തിൽ നന്മയുണ്ടാകാൻ ഈ ഒരു മാർഗമേ ഉള്ളൂ. ഏതാണ് അത്? ഗുരുകടാക്ഷം. നമ്മുടെ ഗുരുക്കന്മാരുടെ കടാക്ഷം എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ അനുഗ്രഹം. അത് കൂടാതെ ജന്മസാഫല്യം വരുമോ? ജനിച്ചാൽ ആർക്കും, ഭൂമിയിൽ ജനിച്ചിട്ടുള്ള ആർക്കും തന്നെ ആ ജന്മം സഫലമാകുന്നത് ഗുരുവിൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ് എന്ന ഒരു വിശ്വാസമാണ് ഇവിടെ കവി അവതരിപ്പിക്കുന്നത്. നോക്കിക്കൊള്ളുക. താപസനന്ദിക്കു നമ്മെ കാണാഞ്ഞിട്ട് പത്നിയോട് കോപിച്ചതും പുലർകാലെ തിരഞ്ഞ് കാൺമാൻ താപം പുണ്ട്. താനേ പുറപ്പെട്ട നേരം കുളിർന്നു നാം പേടിച്ചു വിറകും കൊണ്ടരികിൽ ചെന്നതും ചെമ്മേ വീണു നമസ്കരിച്ചതും മഹാമുനി മോദാൽ നമ്മയെല്ലാം അനുഗ്രഹിച്ചതും തോന്നുന്നോ? നന്മ നമുക്കതേ ഉള്ളൂ. ഗുരുകടാക്ഷം കൂടാതെ ജന്മസാഫല്യം വരുമോ? ജനിച്ചാലാർക്കും. തൻ്റെ കുട്ടികളെ എത്ര സ്നേഹിക്കുന്നുണ്ട് ഈ ഗുരു. അവരെ കാണാതായപ്പോൾ പെരുങ്കാട്ടിനുള്ളിലേക്ക് അവരെ തിരക്കിച്ചെന്ന മനസ്സുകൊണ്ട് എത്ര വിഷമിച്ച ആ ഗുരുവില്ലേ, ആ ഗുരുവിൻ്റെ സ്നേഹം. അങ്ങനെ സ്നേഹ സൗഹൃദത്തിൻ്റെ, സാന്ദ്ര സ്നേഹത്തിൻ്റെ ഒരധ്യായമാണ് ഇവിടെ രാമപുരത്ത് വാര്യർ അവതരിപ്പിക്കുന്നത്. ഇത് നന്നായി നിങ്ങൾ വായിച്ചു പഠിക്കുകയും ഞാൻ പറഞ്ഞു തന്ന താളത്തിൽ പാടി ശീലിക്കുകയും വേണം. അപ്പോഴാണ് അത് മനോഹരമായ വഞ്ചിപ്പാട്ടായി മാറുന്നത്. ശരി. ദീപനി ഗൃഹേ പണ്ടു സഹസാൽ കഴിഞ്ഞതും സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും സാന്ദ്ര സൗഹൃദ സംബന്ധം നമ്മിലുണ്ടായതും സഖേ സാരനായ ഭവാനൊന്നും മറന്നില്ലല്ലേ. ഗുരുപത്നി നിയോഗേന കഥാചന നാം എല്ലാവരും ഒരുമിച്ചു വിറകില്ലാഞ്ഞിട്ടു പോയതും പെരുങ്കാട്ടിൽ പുക്കിന്തനമൊടിച്ചു കെട്ടിവച്ചതും അരുണനസ്തമിച്ചതും മറന്നില്ലല്ലേ. കൂരിരുട്ടുമാകസ്മികമായൊരു മഹാമഴയും കൂടി വന്നു കൊടുങ്കാറ്റും കൂടിട്ടസ്മാകം മോഹമേറെ വളർത്തതും ഉഷപ്പോളം തകർത്തതും ഊഹിച്ചടുത്തു നാം എല്ലാം ഒരുമിച്ചതും പാർത്തിരിയാതെ പറന്നു പോമിക്കാറ്റത്തുൾക്കാമ്പിൽ ഓർത്തൊരു തുരപ്പിനുള്ളിൽ ഒളിച്ചന്യോന്യം കോർത്തു കൈകൾ പിടിച്ചതും പിന്നെ പേടി തീരും വണ്ണം മാർത്താണ്ഡനുമോദിച്ചതും മറന്നില്ലല്ലേ. താപസനന്ദിക്കു നമ്മെ കാണാഞ്ഞിട്ടു പത്നിയോട് കോപിച്ചതും പുലർക്കാലെ തിരഞ്ഞു കാൺമാൻ താപം പൂണ്ടു താനെ പുറപ്പെട്ട നേരം കുളിർന്നു നാം പേടിച്ചു വിറകും കൊണ്ടരികിൽ ചെന്നതും ചെമ്മേ വീണു നമസ്കരിച്ചതും മഹാമുനി മോദാൽ നമ്മയെല്ലാം അനുഗ്രഹിച്ചതും തോന്നുന്നു. നന്മ നമുക്കതേയുള്ളൂ. ഗുരു കടാക്ഷം കൂടാതെ ജന്മസാഫല്യം വരുമോ? ജനിച്ചാലാർക്കും.